ജൂൺ 27 മാർക്കറ്റ് ഔട്ട്ലുക്കിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 26 സംഭവിച്ച സംഭവ വികാസങ്ങളോട് ഒന്ന് വാക്ക് ത്രൂ ചെയ്തിട്ട് ജൂൺ 27 എക്സ്പെക്റ്റേഷൻസ് ഒന്ന് നോക്കാം. ജൂൺ 26 ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നിഫ്റ്റി 25,200 എന്ന് പറയുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചകളിലും ഉള്ള എല്ലാ വീഡിയോകളും ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 25,200 നിഫ്റ്റിക്ക് ഡേ ക്ലോസിങ് കൊണ്ടുവരാൻ സാധിച്ചാൽ വളരെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. ആ ഡേ ക്ലോസിങ് ഇന്നലെ കൊണ്ടുവരികയും ഇന്ന് നിഫ്റ്റി 25,500 എന്ന് പറയുന്ന ഒരു കീ ലെവൽ സപ്പോർട്ട് എടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 1.21% നിഫ്റ്റി 50 ആയിരുന്നാലും നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. വിക്സ് വളരെ നോർമലായ ലൈനിലാണ് നിൽക്കുന്നത്, 12 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന. നാസ്ഡാക്ക് US മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഡോ ജോൺസ് ഏകദേശം 400 പോയിൻറ്റും നാസ്ഡാക്ക് ഏകദേശം 194 പോയിൻറ്റ്സും ഏകദേശം 1% ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ US മാർക്കറ്റ് നോക്കുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഉള്ളത്. നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നുകിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ്, ബട്ട് ഒരു ഡൗൺ സൈഡിനുള്ള ഒരു ചാൻസസ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇല്ല. മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കുന്ന സമയങ്ങളിലും ജൂൺ 27 ഇല്ല. ഈ ജൂൺ മാസത്തിൽ അവസാനത്തെ ഈ വീക്കിലെ അവസാനത്തെ ഒരു ട്രേഡിംഗ് സെഷൻ, ഒരു ഫുൾ വീക്കിലെ അവസാനത്തെ ഒരു ട്രേഡിംഗ് സെഷനാണ്. FIS DIS ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിരുന്നു. FISൻ്റെ ഏകദേശം ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്ത ഒരു ബൈങ് 12,594 crore ബൈ ചെയ്തപ്പോൾ DIS 195 കോടിയുടെ ഒരു ചെറിയ സെല്ലിംഗ് നടത്തി. പക്ഷേ ആ FISൻ്റെ ബൈ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി സർപ്രൈസിങ്. അത്രയും നല്ലൊരു വാല്യൂവിനെ അവർ ബൈ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇൻഡെക്സ് പൊസിഷൻ തന്ന എല്ലാ ഇൻഡെക്സും പോസിറ്റീവില്ല. നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് ട്രെൻഡ് കാണിച്ചത് റിയാലിറ്റി ആൻഡ് IT സെഗ്മെൻ്റ് ആയിരുന്നു. കാരണം ITയും റിയാലിറ്റിയും കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് സെഗ്മെൻറ്റാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സമയത്ത് ഇന്നൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് മാർക്കറ്റിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. നിഫ്റ്റി ഏകദേശം 87 പോയിൻ്റ് അപ്സൈഡിൽ നിൽക്കുന്നു. നാളെ മാർക്കറ്റിന് ഒരു ബിയറിഷ് ട്രെൻഡ് വേണ്ടിയുള്ള ചാൻസസ് ഇല്ല. നോക്കാം മാർക്കറ്റിന് എത്രത്തോളം ഈ ബുള്ളിഷ് മൊമെൻറ്റം കാത്ത് സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്.